ചപ്പാത്തിക്കും ബ്രെഡിനും ഒക്കെ ബെസ്റ്റ് സൈഡായിട്ട് സെർവ് ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു ബട്ടർ ഗാർലിക് എഗിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. ഒരുപാട് എരിവൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന റെസിപ്പിയും കൂടിയാണ്. ഇതാ കുട്ടീസിനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു തവണ ട്രൈ ചെയ്ത് കൊടുത്താലുണ്ടല്ലോ വീണ്ടും വീണ്ടും ചോദിച്ച് മേടിച്ച് കഴിച്ചോളും. മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. അതിനായിട്ടൊരു ബൗളിലേക്ക് 3 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നെങ്കിൽ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മാത്രം മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര എരിവായിരിക്കും. ഇനി നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കരുത്. ഇതേപോലെ ബട്ടറിൽ തന്നെ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോഴായിരിക്കും ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുങ്ങ് മിക്സ് ആക്കി ശരിക്കും ഒന്നുങ്ങ് ചിക്കി പൊരിച്ചെടുക്കാം. ബട്ടർ എടുക്കുമ്പോൾ ഉപ്പുള്ള ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ വേറെ ഉപ്പ് ഒരുപാട് ചേർക്കണ്ട കേട്ടോ. ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പില്ലാത്ത ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ നമ്മള് മുട്ടയിലും അതേപോലെ തന്നെ മിക്സിലും കുറച്ച് ഉപ്പൊന്ന് ചേർക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഒന്നെങ്കിൽ ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട്. മറ്റോ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാവേ. ഒരുപാട് അങ്ങോട്ട് പൊടിപൊടിയൊന്നും ആയിട്ടില്ല. ഈ ഒരു പാകം കറക്റ്റ് ആണ്. ഇനിയിപ്പോ അതേ പാനിലേക്ക് തന്നെ വീണ്ടും 1/2 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് ഒന്നെങ്കിൽ പച്ചമണം മാറ്റിയെടുക്കുന്നുണ്ട്. പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരുമ്പോഴാണ് 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. മൈദ ഒരുപാടൊന്നും കൂടി പോകണ്ട, ഒരേ 1 ടേബിൾ സ്പൂൺ മാത്രം മതി. ഒന്നെങ്കിൽ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് പാലും കൂടി ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുന്നത് നമ്മുടെ മുട്ടയുടെ അളവിനനുസരിച്ചിരിക്കും കേട്ടോ. കുറച്ചും കൂടി മുട്ടയുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുക്കാം. നല്ല ക്രീമി ആയിട്ടൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാല് ചേർക്കാവുന്നതേ ഉള്ളൂ. പാലും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നെങ്കിൽ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സും അതേപോലെ തന്നെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒറിഗാനോ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സഡ് ഹെർബ്സോ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കാത്ത ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ ഈ സമയം ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാം കൂടി ഒന്നെങ്കിൽ മിക്സ് ആക്കി എടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് ഒന്നെങ്കിൽ യോജിപ്പിച്ചെടുത്താലുണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ഗാർലിക് എഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചീസൊക്കെ ചേർക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മല്ലിയില പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്നെങ്കിൽ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. കണ്ടോ, നല്ല ചൂട് ചപ്പാത്തിയുടെയും ബ്രെഡിന്റെയും ഒക്കെ കൂടെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ഗാർലിക് എഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടാവും. സോൾട്ട് ബട്ടർ ആണ് എടുക്കുന്നതെങ്കിൽ വേറെ ഉപ്പ് ചേർക്കണ്ട. ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ഒന്ന് നോക്കി ബാലൻസ് ചെയ്ത് ചേർത്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. വീഡിയോ റെസിപ്പി ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പൊ നമുക്ക് ഇതേപോലുള്ള പുതിയ അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.